അവരുടെ ആത്മാവിന് ഈ ജന്മം ആവശ്യമാണ്, സോൾ അപ്ഗ്രേഡ് ചെയ്യാൻ. അതിനു വേണ്ടി എടുത്ത ജനനമാണ്. ചിലതൊക്കെ വിധി ബന്ധിച്ച് കിടക്കും, ചിലതൊക്കെ പൂർവ്വജന്മത്തിൻ്റെ കർമ്മം അനുസരിച്ച് ചില വിധികൾ സംഭവിക്കും. അതിപ്പം കല്യാണ ജീവിതത്തിലായാലും പ്രണയത്തിലായാലും ആ വിധി നമുക്ക് ബന്ധിച്ചു കൊടുക്കാം. നമ്മൾ പ്രശ്നം എടുക്കുമ്പോൾ ചില വിധികൾ നമുക്ക് ബന്ധിച്ചു കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അല്ലാതെ ചിലവരെ സംബന്ധിച്ചോളം വിധി അവരെടുക്കുന്ന ജനനം, അവർ സ്വാഭാവികമായിട്ട് എടുക്കുന്ന ജനനം, അതിൽ ദുരിതങ്ങൾ വരുമ്പോൾ സാക്രിഫൈസേഷൻ എടുക്കുന്ന ജനനം, അത് നമുക്ക് മാറ്റി കൊടുക്കാം. ജീസസ് ക്രൈസ്റ്റൊക്കെ മറ്റുള്ളവർ ദുഃഖത്തിന് വേണ്ടി എടുത്ത കൃഷ്ണൻ, മനസ്സിലായില്ലേ? മറ്റുള്ളവർ ദുഃഖത്തിന് വേണ്ടി അവരെടുത്ത ജനനമാണ്. അവരുടെ ദുരിതങ്ങൾ നമുക്ക് ഒരിക്കലും മാറ്റി കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അവർ ദൈവതുല്യമാണ്. അവർ മറ്റുള്ളവർ ദുഃഖം മാറ്റാൻ വേണ്ടി സാക്രിഫൈസിന് വേണ്ടി എടുത്ത ജനനങ്ങളാണ്. അതുപോലെ എടുക്കുന്ന ജനനങ്ങൾ പ്രശ്നമായിട്ട് വരുമ്പോൾ അവർ മറന്നു പോകും. മനോമയ കോശം കഴിയുമ്പോൾ എന്തിനാണ് ജനനം എടുത്തത് അതൊക്കെ മറന്നു പോകും. എങ്ങനെയൊരു സന്തോഷം കണ്ടെത്തിയാൽ മതി. അങ്ങനെ കാണുമ്പോൾ നമുക്ക് പരിഹാരം ചിലത് തെളിയണമെന്നില്ല. അപ്പം അല്ലാതെ നമുക്ക് പൂർവ്വജന്മത്തിലെ ദുരിതം, ചെയ്ത പ്രവൃത്തി, ഇതൊക്കെ നമ്മൾ ചിലതൊക്കെ പരിഹാരങ്ങൾ തെളിയും. ചിലതൊക്കെ പരിഹാരം തെളിയുമ്പോൾ ചിലത് അത് ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരും. അത് പ്രശ്നത്തിൽ തെളിയും. അപ്പം ഒരാളുടെ അവസ്ഥ കണ്ട്, ഒരാളുടെ ജീവിതം കണ്ട് സൊസൈറ്റിയിലുള്ള ആരും ജഡ്ജ് ചെയ്യരുത്. ചിലപ്പോൾ ഇന്നത്തെ അവസ്ഥ നാളെ നിങ്ങൾക്ക് വരാം. കാര്യം നമുക്കറിയത്തില്ല. ഈ പണമല്ല വിധി, നമ്മുടെ നമ്മുടെ ഒരു മഹത്വം തീരുമാനിക്കുന്നത്. ഒരുപാട് ചിലപ്പോൾ നിങ്ങൾ പണം കാണും, ചിലപ്പോൾ ആയുർദോഷം ഉണ്ടാകും. അപ്പോൾ ഈ സൊസൈറ്റി കാണുന്ന രീതിയിലല്ല ഒരാളെ വിലയിരുത്താനുള്ളത്. ഓരോരുത്തരുടെ ഉള്ളിലും ദൈവ ചൈതന്യമുണ്ട്. അപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന ജനനത്തിന് ഓരോരോ ഉദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ പണം കൊണ്ട് ആരെയും അളക്കാൻ നിൽക്കരുത്. പഠിത്തം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഒരു യാത്രയിലാണ്, എല്ലാം ഇച്ചിടുന്ന ഒരു യാത്രയിൽ. അപ്പോൾ ചിലപ്പോൾ നല്ല ജോലി കിട്ടുമായിരിക്കും, ചിലപ്പോൾ ഒരുപാട് പണം കിട്ടുമായിരിക്കും, ചിലവർക്ക് നല്ല കുടുംബം കിട്ടുമായിരിക്കും എന്ന് കരുതി നിങ്ങൾ അഹങ്കരിക്കരുത്. അഹന്ത എവിടെ ഉണ്ടാവുന്നോ അവിടെ തിരിച്ചടികൾ